55-45 ഇത് നോക്കിയാ പോളോ നോക്കിയാ വൈറ്റിനാ കൂടുതലല്ലേ. വൈറ്റ് 54 ബ്ലാക്ക് 46 നിക്ക് 2 മിനിറ്റ് പോളെ ആളെ ജയിക്കാൻ നോക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ട് മുനവറിന്റെ തട്ടുകട തട്ടുകടലാണ് ഞാൻ പറഞ്ഞ ഇതില് വൈറ്റിനെ കാണുന്നില്ല. വൈറ്റ് ഇത് വൈറ്റ് ഇത് ബ്ലാക്ക്. സൂം ചെയ്യാൻ കഴിയില്ല ഇതില് യൂട്യൂബിലുണ്ട്. അതാ ബ്ലാക്ക് ഇത്. അതിന് വോട്ട് ചാറ്റ് വോട്ട് ചെയ്യും. നിങ്ങൾ പറയുന്നത് വൈറ്റിന് വോട്ട് ചെയ്താൽ വൈറ്റിന് മെസ്സേജ് അയക്കാം, ബ്ലാക്കിന് വോട്ട് ചെയ്താൽ ബ്ലാക്കിന് മെസ്സേജ് അയക്കാം. ചാറ്റ് പറയുന്ന ഒരാൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾ പറഞ്ഞല്ലേ ഞാൻ ഇവിടെ ഫോളോ ചെയ്തത് അല്ലേ? വൈറ്റിനെ ഞാൻ ഫോളോ ആക്കി. ഇവരെല്ലാരും ഫോളോ എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്തെന്ന്. അപ്പൊ പിന്നെ വൈറ്റിന് തന്നെ മെസ്സേജ് അയക്കാൻ തോന്നുന്നല്ലേ അല്ലേ? ആണോ? വേണ്ട നിനക്ക് ഇഷ്ടം പറ. നിന്റെ ഇഷ്ടം പറ. എന്റെ ഇഷ്ടമൊന്നുമില്ല, എനക്ക് ഇഷ്ടങ്ങളൊന്നുമില്ല. ചാറ്റിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ബ്ലാക്ക് ആയിരിക്കും ഒരാളെ ഇല്ല അങ്ങനെ ഒന്നും ഞാൻ പറയൂല. വൈറ്റാണ് ബ്ലാക്ക്. അത് എന്റെ ഉള്ളിൽ തന്നെ ഞാനും ദൈവവും മാത്രമേ അത് അറിയൂ. നിങ്ങളാരും അറിയില്ല. ദൃശ്യ നിങ്ങൾ അറിയില്ല. നിങ്ങൾ ഒരിക്കലും അത് അറിയൂല. അയാൾക്ക് ആരും ഇഷ്ടം. എനിക്ക് ഒരാളെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. അത് ആരാന്ന് ഞാൻ പറയൂല. അത് ഞാൻ പറയില്ല. ഇപ്പം ഞാൻ വേറെ ഇഷ്ടപ്പെടാത്ത ആക്കാൻ മെസ്സേജ് അയച്ചില്ലെങ്കിൽ പോലും ഞാൻ പറയില്ല. ഇഷ്ടപ്പെട്ട ആക്കാൻ മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഞാൻ പറയില്ല. ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ ഈ പരിപാടി ഞാൻ ഉറപ്പിച്ചതാ. ഈ അങ്ങനത്തെ ഇതിലേക്ക് ഞാൻ പോകില്ല. മനസ്സിലാവും. നമ്മൾ ഇഷ്ടങ്ങൾ നമ്മുടെ ഉള്ളിൽ അങ്ങ് തീരട്ടെ. അതാണ് നല്ലത്. മനസ്സിലാവും. നമ്മളങ്ങനെ ഇല്ല അങ്ങനെ അല്ലല്ലോ. എന്തെല്ലാം അറിയണോ എനിക്ക്. നീ ഇതിൽ ഏതെങ്കിലും തോട് നമ്മള് എന്തിനാ ഏതെങ്കിലും തോട് ഒന്ന് മൂക്കോണ്ടി അല്ലല്ല ഏതെങ്കിലും തോട് തോട് എന്തിനാ ഞാൻ തൊട്ട് വേണ്ട. എന്നിട്ട് നീ അതാന്ന് പറയും. എല്ലാരും സ്പാം ചെയ്യും. വേണ്ട ഇല്ല എനിക്ക് കറക്റ്റ് ഇതാ. ഞാൻ ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ ഇല്ല. ഞാൻ തൊടൂല. ഓക്കെ. ചാറ്റിൽ ആറ് വൈറ്റാ പറയുന്നത്. അപ്പൊ നമുക്ക് വൈറ്റിന് മെസ്സേജ് വൈറ്റിന്റെ പേരെന്തായിരുന്നു? വൈറ്റിനെ ഫോളോ ചെയ്ത് നൈനിത എന്നുള്ള പേര്. അതല്ല പക്ഷേ അല്ല അങ്ങനല്ല. ആയിരിക്കാം ആകാണ്ടിരിക്കാം. അത് ഞാൻ പറയില്ല. ആരാൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പറയില്ല. ബ്ലാക്കിന് ഒരു ഹർഷിത പിഷാരടി. നീ എന്നെ കുറെ ഒന്നുകൂടി പോളോ വേണ്ടല്ലോ. വൈറ്റാണ് എല്ലാവരും പറഞ്ഞത്. നമുക്ക് വൈറ്റ് അവിടെ എടാ ഇത് ഈ ചെക്കൻ്റെ കഥ കോമഡി ആട്ടെ. ചെക്കൻ ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞു ചെക്കൻ വന്നിട്ട് ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെറിയ ചെക്കൻ നൈലെന്ന പേര്. കുഞ്ഞു ചെക്കൻ ഇത്ര ഉള്ളൂ. ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു ഫോളോ ചെയ്യാൻ പറഞ്ഞു. അല്ല ഓടി വന്നാട് ഫോളോ ചെയ്യാൻ ചോദിച്ചില്ല. ഇങ്ങനെ കുറച്ച് സംസാരിച്ചിട്ട് എന്നോട് പോകാൻ നേരം എന്നോട് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അവനെ ചെറുതല്ലേ പാഞ്ഞു വെച്ച് ഫോളോ ചെയ്തു. ഓക്കെ ഞാൻ നീ മെസ്സേജ് അയച്ചിനാ? ഇല്ല ഞാൻ മെൻഷൻ അടിച്ചു. സ്റ്റോറി മെൻഷൻ അടിച്ച പ്രൊമോഷൻ്റെ സ്റ്റോറി മെൻഷൻ അടിച്ചു. ഓക്കെ എന്താ മെസ്സേജ് അയക്കാം? ചാറ്റ് പറയുന്ന മെസ്സേജ് അയക്കാം. ഹലോ അല്ല എന്ത് ക്ലീശ അല്ലാത്ത ഒരു വെറൈറ്റി സാധനം പറഞ്ഞേ. വെറൈറ്റി കണ്ടാ ഓക്ക് റിപ്ലൈ ചെയ്യാൻ തോന്നണം. മനസ്സിലാവും. ഗുഡ് നൈറ്റ്. എന്താ പൊട്ട ഗുഡ് നൈറ്റാ. ഹലോ ബേബി ഗേൾ. MRG സ്ക്വാഡ് BGM. BGM കളിക്കും. ഇന്ന് നമ്മളെന്തായാലും BGM കളിക്കും. എവിടെ മേലോട്ട് പോയി. എവിടെ? ഇതല്ലേ അത് ഫേക്ക് അല്ലടാ. കണ്ടൂടാ കാണൂല. നിനക്ക് അത്രയും വയസ്സുണ്ടാ കളവാ. വെറുതെ ഇല്ലാത്ത എന്തോ പറഞ്ഞു റാംബോ എന്തോ പറഞ്ഞു.
ചാന്ത് തൊട്ട് സ്പാം. ചാന്ത് തൊട്ട് എന്തായാലും ചെയ്യണേ. ജാസി ഉറങ്ങിയാ? ഉറങ്ങിയെന്ന് തോന്നുന്നു. അവിടെ ചെക്കന് വയ്യാടാ. ചാന്ത് തൊട്ടോ നാളെ ചെയ്തിട്ട് അല്ലേ? അല്ല നീ ഇന്ന് ചെയ്യോ? ജാസി എന്താ ജാസി ഇങ്ങനെ ഇപ്പൊ? അല്ല നാളെ ചെയ്യൂന്ന് ഉറപ്പ് തരണം. പ്രോമിസ്. പ്രോമിസ്. ഓക്കെ, നാളെ ജാസി ചാന്ത് തൊട്ട് ചെയ്യും. ഓക്കെ, പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എടി ഇതെന്താ മെസ്സേജ് അയക്കാ? ചാറ്റ് പറ. ഐ ലവ് യു നോ. ഉറങ്ങിയോ? ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റിനോട് ബ്ലാക്ക് മെസ്സേജ് അയക്കാലോ. ഇപ്പൊ എവിടെയാ ഉള്ളത്? പടത്തിന്റെ വിശേഷം ചോദിക്കടാ. എന്നാ റിപ്ലൈ ഇല്ലല്ലോ. ഏറ്റവും നല്ല മെസ്സേജ് ഇതെല്ലാം ബോറാണ്. സ്ക്രീൻ ഷെയർ ഓണല്ല. ഹേയ് ഇങ്ങനെ എന്ത് ഹേയ്? അത് മതിയാ? ചാറ്റ് ഹേയ് മതിയാ? ഹേയ് അല്ല എന്തൊക്കെ ചോദിക്കണം, മനസ്സിലായി? എന്നാലും റിപ്ലൈ ഹേയ് അടിച്ചാലും ചിലപ്പോൾ റിപ്ലൈ. എന്ത് ചെയ്യുന്നു? എടാ ഓള് സിനിമയിൽ അഭിനയിക്കുന്ന പൊട്ട, അങ്ങനെയല്ലേ പരിചയപ്പെടുന്നത്? എന്ത് ചെയ്യുന്നു എങ്ങനെ ചോദിക്കാം? എന്താടാ നല്ല ചോദ്യം. പിന്നെ എടാ തമാശ കളിക്കല്ല, സീരിയസ് ആയിട്ട് ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ചാറ്റ് പറ. നമ്മള് ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നില്ല, പിന്നെന്താ തൂറിയോന്ന് ചോദിച്ചാൽ? എന്നാ നീ ചോദിക്കണം. നീ നിന്റെ ഇതിൽ നീ അത്ര ധൈര്യമുണ്ടെങ്കിൽ നീ നിന്റെ മെസ്സേജ് തൂരിയോന്ന് പറഞ്ഞ മെസ്സേജ് അത്ര ധൈര്യമുണ്ട്. പിന്നെ എന്നാ ഇപ്പൊ ചോദിക്കടാ ഓളെ അപ്പൊ തന്നെ പോയി കേസ് കൊടുക്കും. ചോദിക്കാം, അത്ര ധൈര്യമുണ്ടെങ്കിൽ ചോദിക്കടാ. അല്ല നീ അല്ല നീ അല്ലല്ലോ അത്ര വലിയ കൊണ്ടല്ലേ നീ ഇപ്പൊ ചോദിക്കണ്ടേ? തൂറിയോന്ന് ചോദിക്കുന്നതിന് എന്താ പ്രശ്നം? ഫുഡ് കഴിച്ചാലോ അത് സാധാ എല്ലാരും ചോദിക്കുന്നതാണ്. സിംഗിൾ ആണ്. ഈസ് ഇറ്റ് പിങ്ക് ബ്രോ ഷട്ട് ദ ഫക്ക് അപ്പ്. ഇവരെന്തെല്ലാം ചോദ്യങ്ങളാണ് ഞാൻ മെസ്സേജ് അയക്കുന്നില്ല. ഇത് എൻ്റെ എടാ, ഞാൻ മര്യാദക്ക് ഒരാളോട് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ നോക്കുമ്പോൾ നിങ്ങളെല്ലാം എന്താണ് ഇങ്ങനാ? എന്തൊരു മോശാന്ന്. അയ്യേ കളിക്കാൻ നാളെ ഊമ്പിത്തരം ഇവിടെ വന്ന് വായിക്കല്ലേ. അങ്ങനെ പലരും പല മുട്ടത്തരും അങ്ങ് കമന്റ് ചെയ്യും. അന്ന് ഇവിടെ വന്ന് വായിക്കല്ലേ. ഇഷ്ടാന്ന് പറയാ. എന്ത് ഇഷ്ടാന്ന്? ആർക്കും ഇഷ്ടം? എടാ നമ്മള് ജസ്റ്റ് വെറുതെ മെസ്സേജ് അയക്കുന്നത്. ഇവിടെ വന്നതല്ലേ, ഇവിടെ ഗസ്റ്റ് ആയിട്ട് നമ്മള് വന്നതല്ലേ. അപ്പം അതിന്റെ വിശേഷം അങ്ങനെ എടാ അത് ഭയങ്കര നെക്സ്റ്റ് പ്രോജക്റ്റ് അതുപോലെ ചോദിക്കും. എടാ റീസൺ തോന്നണോടാ. ഇതെന്തോ ഞാൻ കോഴിത്തരം കാണിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നതെന്ന് അവർക്ക് തോന്നാൻ പറ്റൂല. മനസ്സിലായോ? എന്തോ ഒരു കാര്യമുള്ള പോലെ സീരിയസ് ആയിട്ട് എന്തോ പിന്നെ മറ്റേ സംഭവം എന്താ അങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിച്ചാൽ മനസ്സിലാവൂല. വാച്ചിൻ നിന്റെ ഈ UKG തരം ഇവിടെ പറയണ്ട. മനസ്സിലാ? നിന്റെ UKG തരം നിന്റെ തലന്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി. എനിക്ക് ഇങ്ങനത്തെ കുറെ UKG കാര്യങ്ങളുണ്ടാവും ഇതിന്റെ ഉള്ളില്. അത് നീ പറയണ്ട ഇവിടെ. മനസ്സിലാടാ ചെറുത്? വീട്ടിലാണോ? ഇല്ല ഞാൻ പറയുന്നില്ല. എടാ സീരിയസ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം പറ. അതായത് ഹേയ് എന്തല്ല സുഖല്ലേ ഫുഡ് അയച്ചാലും ചോദിച്ചാൽ കോഴിയാന്ന് ഫീൽ ചെയ്യും. മനസ്സിലാവും? അങ്ങനെ ഉണ്ട് എന്തോ വെറുതെ കമ്പനി അടിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെ കാര്യം പറയാനുണ്ട്. ഒരു കാര്യം ഹേയ് ഒരു അർജന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവറാണ്. അത് ഇല്ലാത്തതല്ലേ. ഒരു കാര്യം പറയാനുണ്ട്. അതാണ് അതാണ് ഏറ്റവും വലിയ കോഴിത്തരം. ഞാൻ ഇപ്പൊ ഓർത്തേ
അയ്യേ ഞാൻ എന്താ ടൈപ്പ് ചെയ്യാൻ പോയേ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതിന് ചോദിക്കുന്ന ചോദ്യം അതാ അത് ചോദിക്കരുത്. ഇതന്നെ ഇന്റർവ്യൂ എന്തായി? ഇന്റർവ്യൂ ഏത് ഇന്റർവ്യൂ? അവര് ആ നമ്മൾ ഇവിടുത്തെ ഇന്റർവ്യൂ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു? അത് നല്ല ചോദ്യം, അത് നല്ല ചോദ്യം, അത് ചോദിക്കും. ഫസ്റ്റ് ഹേ ആയിക്ക് സെൻഡ് സെൻഡ് കേട്ടോ. പിന്നെ സെൻഡ് സെൻഡ് എടാ ഈ നേടിന്റെ വാക്കാന്ന് ഞാൻ കേൾക്കുന്നത്. സെൻഡ് ഇവന്ന് പറഞ്ഞ പെണ്ണുങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മണ്ടരാന്ന്. സെൻഡ് ചെയ്യുന്നേ. ഇവിടെ പെണ്ണുങ്ങളായിട്ടാ. നീ അല്ലേ പെണ്ണിന്റെ സ്പെഷ്യലിസ്റ്റ്, പറ. ആ കൂട്ടത്തിൽ ഒന്ന് ആരെങ്കിലും നമ്പർ ചോദിച്ചാലോ? നീ എന്തൊരു പൊളിയാടാ നീ, എന്റെ മോനെ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതിൽ ഡാൻസ് ചെയ്യുന്ന മറ്റേ പയ്യന്റെ നമ്പർ വേണം. ഡാൻസിന്റെ ഒരു കാര്യമുണ്ട്, ഡാൻസ് പഠിക്കാൻ. ഓ നീ എന്തൊരു അതെല്ലാം സംശയം തോന്നും. ഇല്ല. പിന്നെ എന്താ സംശയം തോന്നാത്തത്? ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്ന പൊട്ടാ കൂടെ. അപ്പൊ ഓൾ നമ്പർ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലീക്ക് ആവൂലേ? നമ്പർ വയ്ക്കരുത്, നമ്പർ വയ്ക്കരുത്, വേറെ എന്തെങ്കിലും ID. അവിടെ അതിലുള്ള എല്ലാവരുടെയും ഇൻസ്റ്റ ID എനിക്ക് അറിയാടാ. ഞാൻ പ്രൊമോഷന്റെ ഇത് ഈ സ്റ്റോറി ഇടുമ്പോ എല്ലാരും മെൻഷൻ ചെയ്തതാ. ഞാൻ അറിയില്ലല്ലോ, അറിയാണ്ട് ഞാൻ മെൻഷൻ ചെയ്തല്ലേ എല്ലാരും. ഇതാ ഇതിൽ എവിടെയോ മെൻഷൻ എവിടെയോ ഉണ്ടല്ലോ. എന്താടാ ഞാൻ ഇത്രയും എൻ്റെ ഇത്രയും ഞാൻ കുറെ കാലം എഴുതുന്ന വിട്ടു തന്നപ്പോഴേക്കും എൻ്റെ സ്കിൽസ് എല്ലാം പോയാ. പെണ്ണുങ്ങളെ വളക്കാനുള്ള എന്തെല്ലോ സാധനം ഉണ്ടായിരുന്നല്ലോ എൻ്റെ തലയിൽ. റീൽസ്, ആ റീൽസ് എടുക്കാം. ഹൗ യു ഗോയിങ്? ഇത് ഹൗ യു ഗോയിങ് എന്നിട്ട് എവിടെയാന്ന് ചോദിക്കാം. നീ ഒരു മണ്ടനാന്നല്ലേ. എടാ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കണോടാ. ഹായ് എന്താ പരിപാടി? ഇല്ല ഇന്റർവ്യൂ റിയാക്ഷനോ. ഒന്നുകൂടി ലൈവിൽ വരാമോ? പുതിയ ഫിലിം തെറ്റാൽ നമുക്ക് ഒന്നും കൂടി ഇന്റർവ്യൂ ചെയ്യാൻ അറിയാം. ഓക്കെ അങ്ങനെയാ. അതായത് ഒന്നും കൂടി ലൈവിൽ വരാമോ? അല്ലെങ്കിൽ ഇപ്പോൾ MRG-യിലേക്ക് എങ്ങനെ ഇവിടെ എടുക്കല്ലേ? നീ എന്താ പറയുന്നത്? എടുത്തെന്താ ഞാൻ മെസ്സേജ് അയക്കാതെ ഏറ്റവും പോയി ഞാൻ കുടുങ്ങിയല്ല. എനിക്കിപ്പോ ഒന്നും അയക്കാനും പറ്റുന്നില്ല. ഞാൻ ഒരു കാര്യം, ബ്ലാക്കിന് മെസ്സേജ് അയക്കാം, അതാ നല്ലത്. ബ്ലാക്കിനാകുമ്പോ ബ്ലാക്കിനാക്കാം. എന്താന്ന് ബ്ലാക്കിന്റെ ആ ഇത് ബ്ലാക്കിന് മെസ്സേജ് അയക്കാം നമുക്ക്. ബ്ലാക്കിന് മെസ്സേജ് അയക്കാം. ബ്ലാക്കിന് എന്താ ഞാൻ കണ്ടില്ല വെൽക്കം പറഞ്ഞത്. ബ്ലാക്കിനാണെങ്കിൽ റിപ്ലൈ ആയിട്ട് കൊടുക്കാം. ഞാൻ കണ്ടില്ല. ഇതിനിങ്ങനെ റിപ്ലൈ കൊടുക്കാം. എല്ലാം വേണ്ട, അത് കുറെ ദിവസം മുന്നേ ഉള്ളത്. ഇപ്പൊ നമുക്ക് പുതിയ മെസ്സേജ്. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? സ്കിപ്പ് എല്ലാവരും സ്കിപ്പ് പറയുന്ന. ബ്ലാക്കിന് ആർക്കും ഇഷ്ടമല്ല തന്നട്ടാ. ചാറ്റ് എല്ലാരും സ്കിപ്പ് പറയുന്ന. എന്താ ജാട എനിക്ക് തോന്നി. വൈറ്റ് നല്ലൊരു പെണ്ണ്, ഒരു അടക്കോ ഒതുക്കോ. എന്താടാ പറയുന്നത്? അടക്കോ ഒതുക്കേ ഉള്ളു. ആ ഇന്റർവ്യൂവിനെ പറ്റി ചോദിക്കേ. നിന്റെ അറിവിൽ നല്ല എഡിറ്റർ ഉണ്ടോന്ന്? അത് നല്ല പരിപാടിയാലോ. അങ്ങനെ ചോദിച്ചാലോ? നമുക്ക് ആവശ്യമില്ല, നമുക്ക് എഡിറ്റേഴ്സിന് ആവശ്യമല്ലേ? അല്ലെ അത് പ്രോപ്പർ അല്ലേ? പ്രോപ്പർ ചോദ്യമല്ലേ അത്? പക്ഷെ ഇവർക്ക് എഡിറ്ററുമായിട്ട് എന്താണ് ബന്ധോ? എടാ ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് ആണല്ലേ. ഇതൊന്നും ചിന്തിക്കരുത്. ഹേയ് ഉത്സവം കഴിഞ്ഞ് ഇത് മതി. ഇല്ലെങ്കിലും ഇതെല്ലാം ഇപ്പൊ അതിന് എന്തിനാ ഇത്രയും സമയം എടുത്തത്? ഞാൻ വെച്ച് എന്തെങ്കിലും വെറൈറ്റി അയക്കാന്ന്. എപ്പോ ഇങ്ങനെ ചിന്തിക്കല്ലോ. ഞാൻ പറഞ്ഞ പോലെ ചോദിച്ചാൽ ഒരു കാര്യം ചെയ്യാം. ഇവക്ക് അങ്ങനെ കുറെ ഫോർമാലിറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ പ്രോപ്പറായിട്ട് ഉള്ളിലുള്ള എന്താ പ്രോപ്പറായിട്ട് നമുക്ക് കേൾക്കാം. ഹലോ, ഹേയ് നൈനിത. പിന്നെ എൻ്റെ ലൈവിൽ എല്ലാവർക്കും നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും എന്നോട് ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്ത്. പിന്നെ ഇപ്പം ഞാൻ ലൈവ് പോകുമ്പോൾ എല്ലാവരും നിൻ്റെ കാര്യം ചോദിക്കുന്നത്. അപ്പം പറ്റുമെങ്കിൽ നീ ഫ്രീ ആണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു പ്രാവശ്യം കൂടി പറ്റുമെങ്കിൽ ലൈവിലേക്ക് വാ. ഓക്കെ, താങ്ക് യു.
ഫുഡ് കഴിച്ചോന്ന് വെച്ചാ ആ വോയിസ് കേട്ടൊക്കെ എന്തെങ്കിലും വിശേഷങ്ങൾ ചോദിക്കാം. കേട്ടോട്ടെ. ഹലോ, ഹേയ് നൈനിത. പിന്നെ എൻ്റെ ലൈവിൽ എല്ലാവർക്കും നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും എന്നോട് ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്ത്. പിന്നെ ഇപ്പൊ ഞാൻ എൻ്റെ വോയിസ് എന്ത് ക്രിഞ്ചാണ്. എന്തൊക്കെ വിശേഷം ചോദിക്കേ. ഫുഡ് കഴിച്ചോ? എടാ നിന്റെ ഒരു സാധനം എനിക്ക് വേണ്ട. നീ പറയുന്ന ഒന്നും ഞാൻ ചെയ്യൂല പട്ടി. ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ എങ്ങനെയാ ഷമീറിനെയും മുനുവിനെയും പരിചയം? ഒരേ നാട്ടുകാരാണോ? അല്ലടാ, നാട്ടുകാരൊന്നല്ല. ആ കഥ പറയണം. ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഞാൻ പറഞ്ഞില്ല, 9ാം ക്ലാസ്സിൽ നിന്ന് എനിക്കൊരു പ്രശ്നം, എൻ്റെ ഒരു ലൈഫിൽ ഏറ്റവും വലിയൊരു സീൻ വന്നാൽ ഞാൻ പറഞ്ഞില്ല. ആ സീനിന് ശേഷം ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയല്ലോ. അപ്പം എനിക്ക് നാട്ടിൽ നിന്ന് എനിക്ക് പുറത്തിറങ്ങി തല ഉയർത്തി നടക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എന്തോ, അല്ലെങ്കിൽ നാട്ടിൽ ഫ്രണ്ട്സൊന്നും ഇല്ല, പക്ഷേ അറിയാത്ത ആൾക്കാരുടെ മുന്നിൽ എനിക്ക് നാട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങാനുള്ള ഇതേ പോയി. ഞാൻ ഒരിക്കലും പുറത്തിറങ്ങില്ല, ഞാൻ ഉള്ളിൽ തന്നെ ആയി. അപ്പം എനിക്ക് ഫ്രണ്ട്സില്ല, 0 ഫ്രണ്ട്സാണ്. അപ്പം എന്തായാലും നാട്ടിൽ നിന്ന് എല്ലാവരും എന്നെ കളിയാക്കലും ഇങ്ങനെ ആരും കൂട്ടൂല എന്നെ, മനസ്സിലാവും. ലിറ്ററലി ആരും കൂട്ടില്ല. ഞാൻ ക്രിക്കറ്റ് കളിക്കാനെല്ലാം പോയി നോക്കിയിട്ടുണ്ട്, എന്നെ ആരും കൂട്ടൂല. ചില ആൾക്കാരുണ്ട്, ചില ചെറിയ പിള്ളേരെല്ലാം എന്നെ കൂട്ടും. പ്രോപ്പറായിട്ട് ആ നാട്ടിലുള്ള പിള്ളേരോ ആരും എന്നെ കൂട്ടൂല. അങ്ങനെയാണ് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ് ഇവരെ നാട്. ഇവർ രണ്ടാളും ഒരു നാട്ടുകാരാണ്. ഷമീർ മുന്നും ഒരു നാട്ടുകാരാണ്. അപ്പോൾ ഇവരെ നാട്ടിലേക്ക് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് എന്തായാലും എന്നെ ആരും കൂട്ടൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയാ അവിടെ എത്തിപ്പെട്ടെ? എങ്ങനെ എത്തിപ്പെട്ടെ? ഞാൻ പണിക്ക് പോയതാ. ഞാൻ ആ ടൈം എന്തോ കോഴിപ്പടിയിൽ പണിക്ക് വന്നപ്പോഴാണ് ഇവരെ പരിചയപ്പെടുന്നത്, മനസ്സിലാവും. ഞാൻ ആ നാട്ടിലല്ല, അതിൻ്റെ അടുത്തുള്ളൊരു നാട്ടില് കോഴിപ്പടിയിൽ ഇറച്ചി വെട്ടാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ എങ്ങനെ പരിചയപ്പെട്ട? ആദ്യം നിന്റെ അനിയൻ, ഇവന്റെ അനിയൻ ആദ്യം വന്ന്, മനസ്സിലാവും. ഇവന്റെ അനിയൻ എൻ്റെ കടയിൽ വന്നതാ. എന്നിട്ട് കുറച്ച് അതിന് ശേഷം നീ വന്നാലേ. ഇവന്റെ അനിയനെ ഞാൻ ആദ്യം പരിചയപ്പെട്ട, പിന്നെയാണ് ഇവനിലേക്ക് എത്തുന്നത്, മനസ്സിലാവും. ആ സെയിം ദിവസം തന്നെ അല്ലേ? സെയിം ദിവസം തന്നെ കുറച്ച് വൈകുന്നേരം ആയപ്പോഴാണ് നീ വരുന്നല്ലേ. പിന്നെ ഇവനെ പരിചയപ്പെട്ട് ആ ദിവസം തന്നെ. അതല്ല, അതിന്റെ പിറ്റേ ദിവസമാണ് ഇവന്റെ ഫ്രണ്ട് അങ്ങനെ ഇവനെ പരിചയപ്പെട്ട്. അങ്ങനെ നമ്മൾ 3 ആളും ഫ്രണ്ട്സായി. വേറെ 1-2-3 ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. നമ്മള് കുറെ കാലം ഒരുമിച്ചായിരുന്നു. പിന്നെ ഫസൽ നമ്മളെ 4ാമൻ പറഞ്ഞ ഫസലാണ്. ഓൻ സൂയിസൈഡ്. അത് ഞാൻ മുന്നേ പറഞ്ഞ കഥയില്ല, ഓൻ സൂയിസൈഡ് ചെയ്തത്. അത് കുറേ ആയി. അത് നമ്മള് 4 ആൾ കൂടിയിട്ട് എല്ലാ സ്ഥലത്ത് പോകും. നമ്മളെ മറ്റേ വീഡിയോയിലുണ്ടല്ലോ, ചേതക്കിൽ പോകുന്നല്ലേ. ഇതെന്തീ സൗണ്ട്? BGM കളിക്കാൻ സമയമായില്ലേ? ഒരു മിനിറ്റ്, എൻ്റെ നോട്ടിഫിക്കേഷന്റെ സൗണ്ട് വന്നോണ്ടിരിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ ഈ സൗണ്ട് ഓഫ് ആക്കുക? നോട്ടിഫിക്കേഷനില് അത് തന്നെ പോയാ? ഓള് റിപ്ലൈ തന്നു നോക്ക്. റിപ്ലൈ കിട്ടാൻ വേറൊരു വഴി ഉണ്ട്. എന്താ? റിപ്ലൈ താന്ന് പറഞ്ഞു. ഇവന്റെ വാക്ക് കേട്ടിട്ട് ഒരു പെണ്ണിനും മെസ്സേജ് അയക്കരുത്, ആരുമായിട്ട് ഒരു ഇതിനും നിൽക്കരുത്. ഇവൻ എന്ന് പറഞ്ഞ ഒരു മരമണ്ടനാണ്, ഒരു മാമല മണ്ടനാണ് ഇവന്റെ വാക്ക് കേട്ടിട്ട് ഒരു പരിപാടിക്ക് നിൽക്കരുത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരുന്ന ഒരു ഉപദേശമാണ്. ഈ മണ്ടൻ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേടാണ് ഇവൻ. പെണ്ണുങ്ങളോട് എങ്ങനെ സംസാരിക്കണം എന്ന് പോയിട്ട് ഒരു ലൊട്ടയും എനിക്കറിയില്ല. ബീജം കളിക്കാല. ബാനു വിളിക്കാൻ പറയുന്ന ബാനുവിനെല്ലാം വിളിച്ചിട്ട് കുറേ ആയാലോ. വിളിക്കണോ? നീ വിളിക്ക്. അല്ല, ഞാൻ വിളിക്കണോ? ചാറ്റ് പറ. ചാറ്റ് യെസ് പറഞ്ഞാൽ വിളിക്കാം. ഇനി ഒരുമാതിരി വിളിച്ചിട്ട് പിന്നെ സ്കിപ്പ് ഇത് എല്ലാം പറയാൻ പറ്റില്ല. നിങ്ങൾ ഓരോന്ന് പറയും. വന്നിട്ട് ലക്ഷദ്വീപ് ട്രിപ്പ് എന്തായാലും അവിടെ ലക്ഷദ്വീപ് ട്രിപ്പ് മാറ്റിയിട്ട് നമ്മൾ കാശ്മീർ ആക്കിയിട്ടുണ്ട്. മിക്കവാറും കുറച്ച് ദിവസത്തിനുള്ളിൽ ഇപ്പോൾ നമ്മൾ ലക്ഷദ്വീപ് ട്രിപ്പ് ക്യാൻസൽ ആയി. കാരണം എൻ്റെ PCCയും NIOC ഒന്നും ശരിയായില്ല. എൻ്റെ കേസ് പെൻഡിങ് ഉള്ളതുകൊണ്ട് അവിടെ ലക്ഷദ്വീപിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഈജിപ്തിലും ദുബായിലും എല്ലായിടത്തും പോയതാ. അവിടെ നിന്ന് പോകാൻ പ്രശ്നമില്ല കേസൊന്നും. പണ്ടത്തെ നമ്മളെ മാറ്റാ ബളിക്കേസ് ആലോചിക്കുമ്പം തന്നെ ബളിക്കേസ് അല്ലേ. ആ കേസ് കാരണം ഇപ്പം ലക്ഷദ്വീപിലേക്ക് പോകാൻ മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ. ദുബായിൽ പോകാൻ വരെ പ്രശ്നമില്ല. ഈജിപ്തിൽ പോകാൻ ഞാൻ അവിടെ എല്ലാം പോയതാ, ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായില്ല. പക്ഷേ ലക്ഷദ്വീപിലേക്ക് പോകണമെങ്കിൽ കേസൊന്നും ഉണ്ടാകാൻ പറ്റാന്നുള്ളൊരു സംഭവമുണ്ട്. യെസ് ഓക്കെ.
ഇതാന്ന് അല്ല ബാനുവിനെ വിളിക്കാൻ വിട്ടാ. ബാനുവിനെ വിളിക്കാൻ വിട്ട എസ് വരുന്നത്. ഇതാരാ? ഗോവ അജുവോ? ഇതാരാ നിന്റെ ഇതിൽ എന്താന്നതാ? ഗോവ അജു ആരാ? ഗോവയിലുള്ള സ്ക്രീൻ ഷെയർ അല്ലല്ലോ. അല്ല എന്താ? അല്ല നമ്പറിലേക്ക് കാണണം. നമ്പർ ലീക്കായില്ല. ഓക്കെ ഫേസ് ടൈം ഉണ്ടായിരുന്നോ? ഇല്ല ഫേസ് ടൈം അല്ല, ഞാൻ വാട്സപ്പിലല്ലോ വിളിച്ചത്. ഫേസ് ടൈം വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ ഉണ്ട് നടത്തോ, അല്ലെങ്കിൽ കാണിക്കൂല. ആണോ? അങ്ങനെ ഉണ്ട്. ഐഫോൺ ആയിട്ട് ഫേസ് ടൈം കാണിക്കും. ആ നമ്മൾ സ്നാപ്പിലാണ് വിളിച്ചാലേ. കണ്ണോട് കണ്ണപ്പോ കണ്ണന്തോ ഹലോ ബാനു, ഞാൻ ലൈവ് ആണേ. ഫ്രീ ആണോ? ആൾക്കാരെല്ലാരും നിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് സ്പാം ചെയ്തു, അതാ വിളിച്ചേ. സ്നാപ്പില് കോൾ ചെയ്യട്ടെ? അല്ല ഇങ്ങോട്ട് കോൾ ചെയ്യോ? നീ ഫ്രീ ആണോ? ആ എന്നാ വിളിക്കാം. ഓക്കെ ശരി. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000. അയ്യോ അല്ല നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിളിക്കുന്നത്. ഞാൻ എന്താ പറയേണ്ടത്? എടാ എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാനുള്ള സ്കിൽസ് എല്ലാം പോയി തോന്നട്ടെ. കുറേ കാലം ഞാൻ കുറച്ച് കാലം സൈഡായില്ലേ. ഞാൻ ഓഫ്ലൈൻ ആകുമ്പോഴേക്ക് ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ പെണ്ണ് കേസ് എടുക്കില്ലല്ലോ. അപ്പം ഇതായി എൻ്റെ എല്ലാ സ്കിൽസ് എല്ലാം പോയി. പെണ്ണുങ്ങളോട് സംസാരിക്കാനുള്ള സ്കിൽസ് എല്ലാം പോയി തോന്നി. ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല. മെസ്സേജ് അയക്കാൻ ആലോചിച്ചിട്ടുണ്ട് നേരത്തെ എത്ര സമയം. അല്ല അവൾ ഇങ്ങോട്ട് വിളിക്കും. എന്തേ 12 മണി ആയിട്ട് മതിയാ? എന്താ റീചാർജ് 12 മണി ആവളെ വരുള്ളൂ. ആണോ? ഓക്കെ ഓക്കെ ശരി ശരി. ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കണതോ? നീ ഇങ്ങോട്ട് വിളിച്ചോ, ഫ്രീ ആകുമ്പോ. ഓക്കെ. എടാ 12 റീചാർജ് ചെയ്ത് കൊടുക്കണോ? പിന്നെ നമ്മളെ പെണ്ണുങ്ങൾക്ക് വേണ്ടി പൈസ കളയാൻ പറ്റില്ല എന്നല്ലേ പുതിയ റൂൾ ഉണ്ടാക്കിയത്? 15 മിനിറ്റല്ലേ ഉള്ളൂ. അല്ല ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ മൈൻഡിൽ. ഇനി പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ചിലവാക്കൂല, പൈസ ചിലവാക്കൂല. 18 അങ്ങനല്ല, പൈസന്റെ കണക്കിലല്ല. അങ്ങനെ ഒരു റൂള് ഞാൻ തലയിലാക്കി. ചാറ്റ് പറ. റീചാർജ് ചെയ്ത് കൊടുക്കണോ? റീചാർജ് ചെയ്ത് കൊടുക്കണോ? ചാറ്റ് പറ. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. 12 മണിക്ക് വിളിക്കുമല്ലോ. അപ്പം വിളിക്കണ്ട. ഇല്ല ഇനി ആ പെണ്ണുങ്ങൾക്ക് വേണ്ടി ചില പൈസ ലാക്കൂല എന്നൊരു റൂള് ഞാൻ എൻ്റെ മൈൻഡിലാക്കിയിട്ടുണ്ട്. അതങ്ങനെയാണ്. ഫസി സ്റ്റോറി പറയാന്ന് പറയുന്നത് നോ ബ്രോ, അത് മാത്രം ചോദിക്കരുത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, അത് മാത്രം എന്നോട് ചോദിക്കരുത്. അത് എൻ്റെ പേഴ്സണലായിട്ട് നിങ്ങൾ എന്നെ വിടുക. ഓക്കെ. ഒന്ന് ഉമ്മാനെ വിളിക്കാൻ പറയുന്ന കേസ് ആ ഉമ്മാക്ക് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞല്ല നിങ്ങളോട്. പിന്നെ ഈ ഫസീൻ്റെ സ്റ്റോറി അതൊന്നും ഞാൻ സംസാരിക്കൂല. പിന്നെ വേറെന്തോ ഉണ്ടല്ലോ, അങ്ങനെ ഈ 2 കാര്യമുള്ളൂ. വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആലോചിച്ച് നോക്ക്. വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇതായിട്ടില്ല ചെയ്യാണ്ടതിനാ. ഈ 2 കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഓക്കെ. നിങ്ങൾ ഡിസ്കോഡ് ആക്ട് ചെയ്യാം. Dylan. Indo. Inan. ഇതെന്താ ഹോം ഗ്രൈഡർ? ഇതൊന്നും മമ്മൂനെ പോലെ ആയല്ലോ. അതൊക്കെ മമ്മൂനെ പോലെ അല്ല. തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല. ഇന്ന് നേരം പോയിട്ട് ഇതുവരെ നിങ്ങൾ എല്ലാരും പാടെ പച്ചർച്ചിരുന്നു. ഞാൻ പറ്റിച്ചു, പഴയ വീഡിയോ അല്ലേ? ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാണ്ട്. എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞത്? ആൾക്കാരെ പറ്റിച്ച് അതുകൊണ്ട് കിട്ടിയ പൈസ ഉണ്ടാക്കി തിന്നതും പോരാ. അത് പുതിയ അപരാധം. വെളിച്ചത്ത് വന്നപ്പോ ഊമ്പിയെ കൊണടിക്കാൻ നിന്നാണ്ടല്ലോ. പാണ്ടിക്കാട് കുഞ്ഞാന്നെ വിളിച്ചാണ്, അതുകൊണ്ട് തന്നെ പാണ്ടിക്കാട് കുണ്ണന്നെ വിളിക്കും ആൾക്കാര്. അതിന് വെറുതെ വഴി ഉണ്ടാക്കരുത്. അതാണ് പറയാനുള്ളത്.
രണ്ടും കണക്കാണ്, കുഞ്ഞാനും കണക്കന്നെ ഇവരും കണക്കുണ്ട്. ഇതേതാ ഇവരേതാ പുതിയ ആളാ? എന്താ പേരും എന്റെ അത് വെളിച്ചത്തായി കഴിഞ്ഞാൽ സമ്മതിക്കാനുള്ള ബാങ്ക് ബാലൻസ്. അയ്യോ അയ്യോ അത് കൂടി 3 കാര്യങ്ങൾ. സോറി മൂന്ന് ഞാൻ വിട്ടുപോയി. 3 കാര്യം, ബാങ്ക് ബാലൻസും പിന്നെ മറ്റേത് അത് സോറി മൂന്നാണ് സോറി. ഇനി ഒന്നും ആഡാവില്ല. അത് ഞാൻ മുന്നേ പറഞ്ഞതാ ബാങ്ക് ബാലൻസിന്റെ കാര്യം. അത് ടാക്സിന്റെ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ടാവും, കുറേ എൻ്റെ തലയിലേക്ക് പ്രശ്നങ്ങൾ വരാണ്ടാവും. ഓക്കെ, ഈ 3 കാര്യം. വേറെ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു മനസ്സ് കാണിക്കണം, അല്ലാതെ പിന്നെ അതിന്റെ മേലെ ഉറുദു കളിക്കാൻ നിൽക്കരുത്. രാമാൻ കുറ്റയാവലപ്പിൽ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ജാസിബ്രോ എന്റെ പേരൊന്ന് പറയൂ. പുതിയ വളപ്പിൽ എന്റെ പേര് പറയാൻ പറയും. എന്റെ പേരാ. ഇവനെന്തൊരു മണ്ടനാണ്. അപ്പൊ നിങ്ങക്ക് വായിക്കാനും അറിയില്ല. ഇത് വായിക്കതാ, ഒരുത്തൻ ഡൊണേഷൻ ഇട്ടാ അത് വായിക്കേ. റഹ്മാൻ പുതിയ വളർത്തി ജാസി ഫുള്ള് എല്ലാ ജാസി ഫുള്ള് എല്ലാ അതല്ല ഇന്ന് സത്യം പറഞ്ഞല്ലേ ഞാൻ ഈ എനർജി ഇത്രയെങ്കിലും എനർജി നിൽക്കുന്ന കോളിപ്പാണ് അതെല്ലാം ഫാമിലി ആ ഒരു ഇതിൽ പെട്ട്, അതെല്ലാം ആ ഇതിൽ പെട്ട്. അതൊന്നും ചോദിക്കരുത്. കോൾ ഹനാൻഷ അതെല്ലാം ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു. ഹനാൻഷാന്റെ നമ്പർ എൻ്റെ ഇല്ലടാ. ഹനാൻഷാന്റെ ഇതാന്നുള്ളത് മാനേജർ നമ്പർ കിട്ടിയത്. ഹനാൻഷാന്റെ പഴയ നമ്പർ മാറി, അത് ലീക്കായിട്ട് മാറ്റിയെന്ന് തോന്നുന്നു. പുതിയ നമ്പർ കിട്ടിയില്ല, മാനേജർ നമ്പർ ഉണ്ട്. നമുക്ക് പുതിയ നമ്പർ അയച്ചോ? അയ്യോ സ്ക്രീനൊന്നും കാണുന്നില്ലല്ലോ. ഹനാൻഷ മാനേജർ ഇത് കണ്ട് ഇത് കോൾ അച്ചായനെ കണ്ടിട്ടും കോൾ ചെയ്തിട്ട് എത്ര കാലം അറിയോ? അച്ചായൻ ഇപ്പൊ അച്ചായന്റെ ലൈഫുമായിട്ട് ബിസിയാടാ, മനസ്സിലാവും. ഫാമിലി മാനായി അച്ചായൻ ഇപ്പൊ ഫാമിലി മാനായിട്ടുള്ള അച്ചായൻ വൈഫിന്റെ അമ്മ, വൈഫിന്റെ ദത്തൂര്, അങ്ങനെ കുറെ ഇവര് ഫുള്ളൊരു കൂട്ടുകുടുംബം പോലെ അവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കും, മനസ്സിലാവും. അച്ചായനിപ്പോ സെറ്റിലായിട്ട് ജീവിക്കുന്ന അവിടെ കുറെ അച്ചായനെ കണ്ടു കുറേ ആയി. ബ്രോ ഫൈസൽ സ്റ്റോറിയാ? ഫൈസലോ ഫസിയായിരിക്കും ഉദ്ദേശിച്ചത്. ഓനെ എഴുതാൻ വരെ അറിയില്ല. എന്നിട്ട് അവന് പോൾ AJP അച്ചായൻ ഡീറ്റെയിൽസ്. അച്ചായൻ്റെ ഇപ്പോഴത്തെ എന്താ ഡീറ്റെയിൽ ഒന്നും അറിയണടാ. ഞാൻ കുറേ സത്യം പറഞ്ഞാൽ അത്ര 2-3 മാസം ഞാൻ കണ്ടിട്ട്. ഇൻസ്റ്റയില് വീഡിയോ ഒക്കെ വീഡിയോകളുണ്ടോ? ആ വീഡിയോകളുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഇടയ്ക്ക് കാണലുണ്ട്. കോൾ നിഹാൽഖാൻ്റെ നമ്പർ എൻ്റെ ഇല്ല. ഹനാൻ്റെ മാനേജറിനോട് ഞാൻ നമ്പർ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഹനാൻ്റെ കിട്ടിയില്ല, നമ്പർ തരുന്നില്ല അവന്. അറിയില്ല, അതോ കാണാത്തയാണെന്ന് അറിയില്ല മെസ്സേജ്. കണ്ണോടെ കണ്ടപ്പോ കണ്ടെത്തി ഞാൻ. ഇത് എന്ത് കൊലം, ഇവളെ കാണാൻ ഒട്ടും കൊള്ളില്ല. ഇവളെ ഒക്കെ ആരെങ്കിലും നോക്കുവോ? വലുതാകുമ്പോ ഓഞ്ഞ ലുക്ക് ആയിരിക്കും. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ ഇതിനെ ഒക്കെ? ഞാൻ ഭയങ്കര ഒരു ഗ്ലോപ്പ് ഞാൻ പ്രതീക്ഷിച്ചു, ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ പ്രതീക്ഷിച്ചു. നിങ്ങൾ വലിയ അപകടത്തിലാണെങ്കിൽ ഇങ്ങനെ 4 വട്ടം ഇങ്ങനെ ഫേസ്ബുക്ക് കോമഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ശരിയായ ഫേസ്ബുക്ക് കോമഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ജാസി റൂട്ടറിൽ വന്നാൽ 3 ഇരട്ടി സാലറി വേണമെന്ന് പറ്റുന്നത്. ഇന്നലെ റൂട്ടർ ചെറുതായിട്ടൊന്ന് പാളിപ്പോയപ്പോൾ ചെറുതായിട്ടൊരു ബഗ് വന്നപ്പോഴത്തേക്ക് നമ്മളെ കളിയാക്കി വേണ്ടില്ല. ഇവന് സാലറി അയക്കൂല, ഒന്നുമില്ല, നോർമൽ സാലറിയിൽ ഇവൻ പണിയെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നീ പണിയെടുത്താൽ മതിയാടാ. എടാ ജാസി ഇപ്പൊ മൊത്തത്തിൽ ലോ ആയാലടാ. ചാറ്റ് അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല? അല്ല ഇന്നലത്തെ ലൈവിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലേ? അല്ല ജാസി ഫസ്റ്റ് ഫുള്ള് ഓണായിരുന്നു, ഫുള്ള് എന്തല്ലോ ഭയങ്കര ഓണായിട്ട് ഫുൾ പവറെല്ലാം കാണിച്ചില്ല. ഇപ്പൊ ഫുള്ള് ലോ ആയില്ലേ? ചാറ്റ് പറ, യെസ് പറഞ്ഞോ? അല്ല ജാസി ഞാൻ ഓവർ ആകുമ്പോ കിക്ക് ജാസി എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഇതാവും, പിന്നെ ഓക്കെ ആകും.
ഗൺ കാണിക്കുന്നു. ഇതിൽ ഗണ്ണ് കാണിക്കാമല്ലോ. യൂട്യൂബിലല്ലേ ഗണ്ണ് കാണിച്ച സീനുള്ളൂ. ഇതിൽ ഗണ്ണ് കാണിക്കാൻ പറ്റുമോ? വേണ്ട, അറിഞ്ഞൂടാ. കാറിലെ വണ്ടിയിലല്ലേ, നമ്മൾ വണ്ടിയിൽ എപ്പം ഗണ്ണ് നോക്കല്. കാരണം എപ്പാ സീൻ വരാൻ പറയാൻ പറ്റില്ല, മനസ്സിലാവും. വണ്ടിയിലുണ്ട്, പക്ഷെ ഇവിടെ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. ചോദിക്കണത് യൂട്യൂബിൽ നല്ല സീനാ. ഇതില് ചോദിച്ചിട്ട് നോ 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 ജാസി. ഞാൻ എന്താ ചോദിച്ചത്, ജാസി ഇപ്പൊ ലോ ആയിട്ടില്ലേന്ന്? ഇല്ല, ലോ ആയിട്ടില്ല ജാസി. ഓക്കെ, അപ്പൊ നമുക്ക് മാത്രം തോന്നുന്നതാ. ഇല്ല, ഇന്ന് കുറച്ച് സ്ലീപ്പ് മോഡ് ഓൺ ജാസി. അല്ല, ഇന്നും എനിക്ക് രോഗം പിടിച്ചിട്ടാ. അത് വിട്. ഞാൻ പൊതുവേ ചോദിച്ച കഴിഞ്ഞ ഒരു 2-3 ലൈവിലായിട്ട് മൊത്തത്തില് മുനു സോങ് കണ്ണോട് കണ്ടപ്പോൾ പാട്ട് പറ. മുനുവിനെ കൊണ്ട് ഏത് പാട്ട് പാടിപ്പിക്കണം? ചാറ്റ് പറ. മുനു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇതുവരെ പാട്ട് പാടാത്തരുത്തരാം. മുനുവിന്റെ സൗണ്ടിൽ നമ്മൾ ഇതുവരെ പാട്ട് കേട്ടിട്ടില്ല. പാട്ട് ഇത് ശരിയായ കോമഡി ആയിരിക്കും, മിക്കവാറും കോമഡി ആയിരിക്കും. മിന്നൽ വാല അല്ല, കാബൂളി വാല പൊട്ട. മിന്നൽ വാള എന്നാണ് ആ പാട്ടിന്റെ പേര്. മിന്നൽ വാള പാടോ? എന്നാ നീ ഇഷ്ടപ്പെട്ട, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നീ പറ. ഒരു പാട്ട് ഏതെങ്കിലും ഓൻ പറയട്ടെ. പാടാൻ അറിയാത്തത് ഓക്കെ. ഇപ്പൊ ആദ്യം പാടാൻ അറിഞ്ഞിട്ടാ, അങ്ങനെയൊന്നുമില്ല. ചാറ്റ് പാടാൻ പറഞ്ഞാൽ പാടണം. ചാറ്റ് എന്ത് പറഞ്ഞാലും ചെയ്യണം, അതാണ് നമ്മളെ റൂൾ. ചാറ്റ് പറയുന്ന ഏതും നീ പാടുമോ? നിനക്ക് ഇഷ്ടപ്പെട്ട നീ പാടും, അതല്ല എന്റെ ഒരു ഇത്. അങ്ങനെയില്ല. ഓക്കെ, എന്നാ ചാറ്റ് പറ. KL 42 പാടുന്നു. KL 42 എന്റെ നാട് നോക്കിട്ട് കളിച്ചോ. എല്ലാവരും മുനു പറയാന്ന്. കറുമി കുറുമി അല്ല, കരുമിഴി കുരുമി എന്നത്. കറുമി കുറുമി കണ്ണോട്. കണ്ണോട് കണ്ണായിടാ ഞാൻ പറ. നീ ഇവനെന്താന്ന് മുനു മിന്നൽ വള. എല്ലാവരും പറയാം മിന്നൽ വള. ഓക്കെ, മിന്നൽ അതേ ഓഫാക്കാം. കാണുന്നില്ലല്ലോ. ഹലോ, നാമെല്ലാം ദൂരത്തെ ഇപ്പൊ കോള് വന്നാലോ? പിന്നെ കാണുന്നില്ല. ഇത് സ്നാപ്പ്, ഇതോളെ സ്നാപ്പ്. ഞാൻ എന്താണ് ഇങ്ങനെ കൊരങ്ങനെ പോലെ? നീ എന്തിനാ റെഡിയാവുന്ന ചേർത്തെ? കോമാളി വേഷം ഇട്ടിട്ട് ഇറങ്ങിക്കോളും. പട്ടീന്റെ പേരും റാംബോ പോലും. ഫിൽറ്റർ ഇടാലേ? അവൻ കുറച്ചു ഫിൽറ്റർ ഇടുന്ന ആൾക്കാർ സ്വന്തം ഇഷ്ടപ്പെടാത്തവര്. ഇതെന്താ പയം വിൽക്കാൻ വെച്ചതോ? മമ്മോ. ഇത് 2 മമ്മോ. എടാ നിക്ക്, ഇത് മമ്മു, 2 മമ്മു. ഇത് നിക്ക്, ഞാൻ കണ്ണട ഇട്ടാ നോക്കട്ടെ. ഞാൻ കണ്ണട ഇട്ടാ. അപ്പൊ നീ എങ്ങനെ ഉള്ളത് നോക്കട്ടെ. കണ്ണടയിൽ നീ എങ്ങനെ ഉള്ളത് നോക്കട്ടെ. കണ്ണട ഊരിയാൽ നീ ഫിൽറ്റർ ഇല്ലെങ്കിൽ വാരോ എന്തല്ല ഇത് കഥ. ഒരു ഒന്ന് ഫിൽറ്റർ മാറ്റട്ടെ. ഇതെങ്ങനെ? അയ്യോ സോറി, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതല്ല. ഫിൽറ്റർ മാറ്റാൻ പറ്റുന്നില്ല. അയ്യോ, ഓക്കെ അല്ലേ? കാണാവോ? എന്നിട്ട് സുഖല്ലേ? കൊറേ ദിവസമല്ലേ സംസാരിച്ചിട്ട്? ഇതാ നിന്റെ ചങ്ങായി ഉണ്ട് ഇവിടെ, നിന്റെ ഉറ്റ സുഹൃത്ത്.
ഹായ് ബാനു. ഇവനെന്താ നിന്റെ അല്ല ഇവൻ നിന്നോടുള്ള പ്രണയം തുറന്നു പറഞ്ഞോ? എന്താടാ നിങ്ങള് തമ്മിൽ പ്രണയത്തിലാ? അതറിയില്ലേ മുനോദിയോട് പ്രണയം. പിന്നെ നീ എവിടെയുള്ള ഇതെവിടെ സ്ഥലം എവിടെയാ? ബാംഗ്ലൂർ. ഞാൻ ഇപ്പൊ ബാംഗ്ലൂരാ. ഓ എല്ലാം അറിയാം. ആ ഞാൻ മെസ്സേജ് ചെയ്തു. ബാനു ഹായ്. ഫുഡ് കഴിച്ചോ ബാനു? കുട്ടി കഴിച്ച്. കഴിച്ചോ? ഹായ് ബാനു. അവിടുത്തെ അവസ്ഥ വരെ കേൾക്കട്ടെ. ഇവിടെ ഒന്നുമില്ല, ഇതാ നമ്മള് ലൈവ് സ്ട്രീമിങ് ഇവിടെ ഇങ്ങനെ വെറുതെ ലൈവ് ചെയ്യുന്നു. ഞാൻ യൂട്യൂബിൽ നിന്ന് മാറി പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോയി. റൂട്ടർ ഓ അറിയുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ ദിവസവും ലൈവ് ആണോ? മറ്റടുത്ത വർത്താനം പറയരുത്. ഒരു മിനിറ്റ് ബാനു, മറ്റടുത്ത വർത്താനം പറയരുത്. എന്റെ ദേഷ്യം പിടിക്കുക. ഞാൻ കാര്യം പറയാലോ. റെസ്പെക്ട് ബ്രോ. ബായ് വിട്ടു ഒന്നും പറയാണ്ട് എന്നാലും കുഴപ്പമില്ല. ആ പറ ബാനു. എന്നിട്ട് ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്താ പരിപാടി? ഞാനിവിടെ റിസൈൻ അടിക്കാൻ വേണ്ടി കുറച്ച് പരിപാടിക്ക് ആയിട്ട് വന്നതാ. റിസൈൻ അടിക്കാൻ? എന്ത് റിസൈന്? ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. സോ അതെന്താ റിസൈൻ ചെയ്യാൻ കാരണം? ഞാൻ ബാക്ക് ടു കൊച്ചിക്ക് വരാൻ. ആണോ? ഓ മുന്നിന്റെ ഓക്കെ ഓക്കെ പറയണ്ട 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 പറയണ്ട. മനസ്സിലായി 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 മനസ്സിലായി. പറയണ്ട 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 പറയണ്ട. ബാനു ഫുഡ് കഴിച്ചാ? ഓ ഇപ്പൊ കഴിച്ചിട്ടുള്ളൂ. നിങ്ങൾ കഴിച്ചെല്ലാരും? ബാനു ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. മൊന്നെ താഴെ വീട്ടിലെ വർത്താനം പറയണ്ട കുണ്ണങ്ങളെ. ഞാൻ കാര്യം പറയാലേ ഒരുമാതിരി എന്തെല്ലാടാ പറയുന്നത്? എന്തിന്റെ പ്രശ്നം? അങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് നിങ്ങള്? നിന്റെ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ ആരെയും പറയുന്ന ആലോചിച്ച് നോക്കിയേ. അല്ല ഞാൻ നിങ്ങൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഇമാജിൻ ചെയ്ത് നോക്ക്. അങ്ങനെയല്ല, ഇമാജിൻ ചെയ്ത് നോക്ക്. നമ്മളെ വീട്ടിലുള്ള ആരെങ്കിലും കുറിച്ച്, ഇപ്പം എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും കുറിച്ച് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഫീലിംഗ് എന്തായിരിക്കും എനിക്കറിയാം. മനസ്സിലായി? അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങളെ വീട്ടിലുള്ള കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറയുന്നത്. റാൻഡമായിട്ട് കാണുന്ന ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പറയാം. എന്തെങ്കിലും ചെയ്തിനെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ സിറ്റുവേഷൻ കണക്കായിട്ട് ആൾക്കാർ അങ്ങനെ പറയാം. ഇതിപ്പോൾ വെറുതെ അല്ല അങ്ങനെ പറഞ്ഞ് സ്പാം ചെയ്യുന്നത്. വൃത്തിയോട് സ്പാം ചെയ്യുന്ന വന്നിട്ട് പട്ടികളെ. ഞാൻ കട്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഹലോ ബാനു, എന്നിട്ട് പറ എന്താ കഥ? നാട്ടിലേക്ക് നാട്ടിലേക്ക് എപ്പോഴാന്ന് ചോദിക്കുന്നോ? എപ്പോഴാ നാട്ടിലേക്ക്? ഇവനെന്ത് എല് റിസാന്നുള്ളത് എനിക്ക് എന്തൊരു എല്ലാന്നല്ലേ? ഇവനൊരു അല്ലല്ലേ മാനു? അല്ലേ ഇവൻ ആളൊരു അല്ലല്ലേ ഷമീർ? എന്ത്? അസ്സലാമലൈക്കും. സുഖം സുഖം. ഫുഡെല്ലാം കഴിച്ചില്ലേ? ഇത് 2 പ്രാവശ്യം ചോദിച്ച്. എന്ത്? എന്റെ കണ്ണുപോയി വണ്ടിയിൽ നിന്ന് കൊണ്ട് കണ്ണടിച്ചു പോയി. ഇനിയിപ്പോ ഈ കണ്ണ് പോയി, കൈ പോയി, കാല് പോയി, മൊത്തം പോയി. നമ്മള് 3 ആള്, ഞാനും ഷമീറും ആദിലും ബൈക്കിൽ പോവായിരുന്നു. അപ്പോൾ ബൈക്ക് ഇവൻ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച്, അതും ചളിയിൽ നിന്ന് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് എടുത്തടിച്ച് വീണ് അറിയാൻ വേണ്ടി ഞാൻ പിടിച്ചതാ. ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ എന്താവുമെന്ന് അവൻ അറിയില്ല. അതിന് വേണ്ടി പിടിച്ചു പോലും. നമ്മൾ ബാക്ക് എന്ന് പറയുന്നുണ്ട് ആ ചളിയാന്ന്, സ്ലിപ്പാവും. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കരുത്, ബാക്ക് മാത്രമേ പിടിക്കാൻ പറ്റും, ഫ്രണ്ട് പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ എന്താവും നോക്കാൻ വേണ്ടി പിടിച്ചു നോക്കി, പൊട്ടെ അങ്ങനെ തന്നെ വീണ്. ഇവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നോണ്ട് നമ്മൾ രണ്ടാണ്, ഞാനും അതിൽ ഇവൻ്റെ മുകളിലാണ് വീണത്, ഇവൻ്റെ മേത്താണ് വീണത്. നമുക്ക് രണ്ടാൾക്കും ഒന്നും പറ്റിയില്ല, ഇവന് മൊത്തം പറ്റി. കാര്യം എന്നിട്ട് ഇങ്ങനെല്ലാം നടന്നാ മതിയോ വാനോ? ഒരു മംഗലെല്ലാം കഴിക്കണ്ട.
ആരെങ്കിലും ഉണ്ടാ മനസ്സില്? എന്തിനാ ആരെങ്കിലും ഉണ്ടോ മനസ്സിൽ വെച്ചിട്ട് മൂന്നൂന്റെ അതറിയില്ല. നിന്നോട് മുനു പറഞ്ഞില്ലേ? മുനുവിന് നിന്നോട് സീക്രട്ട് ലവ് ആണ്. വൺ സൈഡ് ലവ്. വൺ സൈഡ്. അതാരാ? അടുത്താരാ? അടുത്ത് ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിനോട് ചോദിക്കട്ടെ. പെണ്ണല്ല ആണാ. എന്നാ കൊടുക്കണ്ട. എന്നാലും കൊടുക്ക, ചോദിക്കാം. വേറെ ആരാ ഉള്ളേ? വേറെ അപ്പുറത്തൊരു കപ്പിളുണ്ട്. ആണോ? എന്തായാലും കൊടുക്ക്, ചോദിക്കട്ടെ. ഓ, ഫ്രണ്ടിന് ക്യാമറയിൽ വരാൻ ഇതുണ്ടോ? ബുദ്ധിമുട്ട്? ആ, ഓക്കെ, കുഴപ്പമില്ല, വിട്ടോ. പിന്നെന്തായിരുന്നു? മുനു പ്രപ്പോസ് ചെയ്യാൻ പറയുന്ന ചാറ്റ് പറയുന്ന മുനു പ്രപ്പോസ് ചെയ്യാൻ പറയുന്ന ബാനുന. മുനു പ്രപ്പോസ് ചെയ്യാൻ പറയുന്ന എപ്പോഴായാലും നീ പറയണം. നിന്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ നീ തുറന്നു പറ, ഞാൻ കൂട്ടുകേട്ടോ. തൊപ്പി ഞാൻ പ്രപ്പോസ് ചെയ്യില്ല. നമ്മളങ്ങനെ അല്ലല്ലോ ബാനു, അല്ല നമ്മളങ്ങനെ അല്ലല്ലോ. ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പറയുന്നത്. മുനു പ്രപ്പോസ് ചെയ്യാ എങ്ങനെ? അപ്പൊ ഞാനോ? മുനു ഒരു മാന്യനാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താടാ ഉമ്മനാ? എന്താടാ നീയല്ല ഓളോട് ചോദിച്ചത്? അപ്പൊ ഞാനോ? ഓള് പറയട്ടെ. അല്ല, ഞാനും മുനുവിനെ പോലെയാണ് നിന്നെ കാണുന്നത്. അല്ല, മുനുവിന്റെ ഉള്ളില. അല്ല, ഞാൻ മുനുവിനെ പോലെ അല്ല നിന്നെ കാണുന്നത്. മുനു നിന്റെ മുന്നില് ഇങ്ങനെ കാണിക്കുന്നതാ, മുനുവിന്റെ ഉള്ളില് വേറെയാ. മനസ്സിലാവും? ആക്ട് ചെയ്യുന്നതാ. ഇപ്പൊ ഇങ്ങനെ ആക്ട് ചെയ്യുന്നതാ മുനു. മുനു ഫേക്കാം. തൊപ്പി പ്രപ്പോസ് ഇല്ല. അയ്യേ, മുന്ന. ഇനി വേണം മുന്നാന്ന് വിളിക്കാട്ടാ. മുന്നിന്റെ അർത്ഥ പേരിട്ടി എന്ത്?